കേൾവി ശക്തിയില്ലാത്തവരെയും കലാസ്വാദനത്തിന്റെ ലോകത്തേക്ക് എത്തിക്കാൻ വേറിട്ടൊരു പരീക്ഷണവുമായി പ്രശസ്ത നർത്തകി മേതിൽ ദേവിക രംഗത്ത് വന്നു. ക്രോസ് ഓവർ എന്ന പേരിൽ ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരത്തിന് തൃപ്പൂണിത്തുറ JT പാക്കിൽ വേദിയായി. നൃത്തത്തിൽ നിരവധി പരീക്ഷണങ്ങളുടെ ശ്രദ്ധേയായ മേതിൽ ദേവികയുടെ പുത്തനാശയമാണ് ക്രോസ് ഓവർ. സാധാരണ നൃത്തമുദ്രകളെക്കാൾ കൂടുതൽ ആംഗികാഭിനയത്തിനാണ് പ്രാധാന്യം. ബധിരരും മൂകരുമായവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയ നൃത്തശില്പമാണ് അരങ്ങേറിയത്. ശ്രീകൃഷ്ണന്റെ ജനനവേളയാണ് നൃത്തത്തിന്റെ പ്രമേയം. വേറിട്ട പരീക്ഷണമാണെന്നും വിജയകരമായി പൂർത്തിയാക്കാൻ സഹായിച്ചത് ഭിന്നശേഷിക്കാരുമായി തനിക്കുണ്ടായ ഹൃദയബന്ധമെന്നും മേതിൽ ദേവിക. ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യാറില്ല. സോ എൻ്റെ പല ലെക്ചർ ഡെമോൺസ്ട്രേഷൻസിൽ എനിക്ക് ഡെഫ് കമ്മ്യൂണിറ്റിയുടെ കൂടെ നമ്മുടെ ആർട്സ് അപ്രീസിയേഷൻ്റെ ഭാഗമായി പ്രദർശിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും എനിക്ക് മനസ്സിലായി, അവർക്കൊന്നും മനസ്സിലാവും, നമ്മൾ ലിറിക്കൽ ആർട്ട് ഫോമാണല്ലോ. സോ അതെന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമ്മൾ ഡാൻസേഴ്സൊക്കെ മുദ്രകൾ നമുക്കറിയാം, അവരുടെ പഠിക്കുന്നതിൽ ഒരു ഫങ്ഷണൽ സൈൻ ലാംഗ്വേജ് പഠിച്ചുകൂടെ എന്താ വെച്ചാൽ അങ്ങനെ പഠിക്കുമ്പോൾ പിന്നെ അവരുടെ ഡിസബിലിറ്റി മാറിക്കിട്ടും, അവരൊക്കെ ഏബിൾഡ് ആവും, നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കുറേ കൂടെ ഈസി ആവും. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള തോട്ടായിരുന്നു, പക്ഷേ അതിന് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. ഇപ്പോൾ മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്നു. മുംബൈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും ക്രോസ് ഓവർ പ്രദർശനത്തിനായി ഇടം നേടി. കൊച്ചിയിലെ പ്രദർശന ചടങ്ങിൽ കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഭാഗമായി. YS അഭിനന്ദ്, 24 കൊച്ചി. എന്തായാലും ഈ പുതിയ പരീക്ഷണവുമായി രംഗത്ത് വന്ന നർത്തകി മേതിൽ ദേവികയ്ക്ക് 24-ന്റെ ആശംസകൾ.